മോളമ്മോ മോളമ്മോ എന്നാ സൂസമ്മേ? രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ഇടിയപ്പം ഇനി അവിടെ ആരും കഴിക്കുകയില്ല. ഇതെന്നാ ഇന്ന് ഇത്രയും മിച്ചം വന്നേ? അവിടെ ആരും ഇതൊന്നും കഴിച്ചില്ലേ? അവിടെ എല്ലാരും കഴിച്ചു, പപ്പായും അവനും പിള്ളേരും ഒക്കെ. പിന്നെ നീനും ആവും തന്നെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയാ കഴിക്കുന്നത്. അതെന്നാ സൂസമ്മ ഇപ്പൊ ഇവിടെ രണ്ടടുക്കളയായോ? അതല്ല, എന്നാണോ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഏതാണ്ടൊക്കെ തന്നെ ഉണ്ടാക്കി തിന്നുക. ഇങ്ങനെ ഡയറ്റാന്നോ ഏതാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ മിക്സിയിലിട്ട് അടിച്ച് ഏതാണ്ടൊക്കെ കുറേ കുടിക്കണം കാണാം രാത്രിയും പകലും ഒക്കെ. അതുകൊണ്ടിപ്പോൾ ഒന്നും കഴിക്കത്തില്ല, അതാ മിച്ചം വന്നു. ആ കൊച്ചിന് അത്ര ഡയറ്റ് നോക്കേണ്ട കാര്യമൊന്നുമല്ല, അതിന് മാത്രം വണ്ണമൊന്നും ആ കൊച്ചിന് ഞാൻ കാണുന്നില്ല. അതേന്നേ, ആരോട് പറയാനായിട്ട്, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ഞാൻ എന്നാ പോയിക്കുവാ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കരുതെന്ന്? നല്ല ആരോഗ്യം വെക്കുന്ന ഫുഡൊക്കെ കഴിക്കണം. എൻ്റെ കൂടെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോ എന്നെ ഒന്ന് ഓർപ്പിക്കരുത്. ചേച്ചി പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു. നിന്നോടാരാ വാരി വലിച്ച് കഴിക്കാൻ പറഞ്ഞു? നീ എന്നാ വല്ല ഫ്രിഡ്ജാണോ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ? ഞാൻ കൂളായോണ്ടൊന്നും പറയുന്നില്ല. അമ്മേ, ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. അയ്യോ, എന്നാടി രണ്ടെണ്ണം കൊണ്ടുവന്നേ? ഇതിട്ടിട്ട് പണിയാൻ ആരെയും കൊണ്ട് പറ്റും? ഇനിയിപ്പൊ ചക്ക കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂവണ്ട ഇനി. എന്തായാലും ചേച്ചി 2-3 ദിവസത്തേക്ക് വന്നതല്ലേ, ചേച്ചി തന്നെ അങ്ങ് വെട്ടിക്കും. അത് നിന്റെ കെട്ടിയോളോട് പോയി. എന്നാലും ഇവിടെ ചക്ക എല്ലാരും തിന്നത് പോവാ. അമ്മ ഇച്ചിരി എണ്ണ. നാത്തും വന്നെന്ന് പറഞ്ഞിട്ട് കണ്ടേ ഇല്ല. ഇതെന്നാ പാത്രമൊക്കെ ആയിട്ട്? അത് അമ്മയ്ക്ക് 2 ചക്ക കൊണ്ടുവന്നായിരുന്നു കുമ്പിളും ഉണ്ടാക്കാനായിട്ടേ. നിങ്ങളോടൊന്നും എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. ഇതൊക്കെ കഴിക്കുന്ന അൺഹെൽത്തി ആണ്. ഞങ്ങള് കൊച്ചിലെ തൊട്ടേ ഇതൊക്കെ കഴിച്ചാ വന്നത്. ഇതൊക്കെ ഓർഗാനിക് അല്ലേ? എന്താന്ന് വെച്ചാ ചെയ്യും. സത്യടാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയമേ ഇല്ല. ഇതെന്നാടി ഒത്തിരി കുമ്പിളുണ്ടാക്കി 3 എണ്ണം ഉള്ളല്ലോ ഇപ്പൊ. അയ്യോ, അത് ഞാൻ കഴിച്ചമ്മേ. ഇപ്പൊ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ്. അപ്പൊ പിന്നെ ഒരു 3-4 കഴിച്ചു ഞാൻ. അല്ല, നാത്തൂനല്ലേ പറഞ്ഞത് ഇതൊന്നും കൊള്ളത്തില്ലെന്ന് ശരീരത്തിന്. നാത്തൂനല്ലേ എന്നോട് പറഞ്ഞത് ഇതൊക്കെ ഓർഗാനിക്കാന്ന്? വന്നോ? ചേച്ചി എന്തിനാ എന്നോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞേ? കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണം. നമുക്ക് അങ്ങാടിക്കടയിലൊന്ന് പോണം. എന്തിന്? ഞാൻ ഈ യൂട്യൂബിൽ കണ്ടായിരുന്നു ഈ മുഖത്തെ കുരു കുറയാൻ വേണ്ടിയിട്ട് മഞ്ഞള്, പിന്നെ നാരങ്ങ, പിന്നെ തേന് സമം ചേർത്തിട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ കുരു കുറയും. ചേച്ചി പുറത്തൂടെ പൊടിയടിച്ച് നടക്കുന്നതും അൺഹെൽത്തി ഫുഡും സ്ട്രെസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കുരു വരുന്നത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡെയിലി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നീമിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ പോരെ? ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഇതെൻ്റെ ഗോ ടു ഫേവറേറ്റ് ഫേസ് വാഷ് ആണ്. ഇതിപ്പോൾ ബെസ്റ്റ് ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇത് പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നീം മാത്രമല്ല, നീമിൻ്റെ 5 പാർട്സ് ആയ യങ് ലീവ്സ്, മെച്ചുവർ ലീവ്സ്, സ്റ്റെം, ഫ്ലവർ, ഫ്രൂട്ട് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് 5 ഡേയ്സിനുള്ളിൽ പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ കുരു വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ചേച്ചി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ്. പിന്നെ ഒരു ഫ്രണ്ട്ലി pH ആണ് നമ്മളുടെ സ്കിന്നിന് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ വളരെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാം, ഹെൽത്തി ആക്കി വെക്കാനായിട്ടും പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വെറ്റായിട്ടുള്ള ഫേസിലേക്ക് ഒരല്പം ഫേസ് വാഷ് എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക സർക്കുലർ മോഷനിൽ. ശേഷം ക്ലിയർ വാട്ടറിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡെയിലി 2 ടൈംസ് യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലും അവൈലബിൾ ആണ്. ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഉണ്ട്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. Come on. 1, 2.
ശരിക്ക് ശരിക്ക് ചെയ്യ്. ആ ബാ. ആ സാരല്ല, നിങ്ങൾ ചെയ്യ. ബാ, അടുത്ത ജമ്പിങ് ജാക്സ്. 1 2. Come on, Nathun. Come on. Come on. Come on. Come on, Nathun. Come on. എൻ്റെ അമ്മയ്ക്ക് കുമ്പിളം ഉണ്ടാക്കാൻ ചക്ക വേണമെന്ന് പറഞ്ഞു. ഞാൻ അതിനങ്ങോട്ട് വന്നു. എൻ്റെ ആഗ്രഹത്തിന് 2 ദിവസം ഞാൻ അവിടെ നിന്നു. എൻ്റെ ദൈവമേ, ആ പെണ്ണെന്നെ എന്നതൊക്കെയാ കാണിച്ചേ. ഞാൻ ഒരാഴ്ച ലീവ് എടുത്തേക്കും. എൻ്റെ കാലെനിക്ക് അനക്കാൻ വയ്യ. ഇതുപോലെ നാത്തൂമ്പോരായിരുന്നെങ്കിൽ 2 അക്ഷരം പറയായിരുന്നു. ഇതുവല്ലോ എനിക്ക് പറയാൻ പറ്റുമോ? അമ്മ എന്നെ എണീക്കാ കിടക്കുന്നത്? നിങ്ങളുടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? ഓ, എനിക്ക് മേലടാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ കിടന്ന് തുള്ളണ്ടേ? നീ അവളോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ. അവളിന്ന് ഫാസ്റ്റിംഗ് ആണെന്നാ പറയുന്നത്. ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് അത് ഫാസ്റ്റിംഗ് പോകുമെന്നൊക്കെ. അല്ലെങ്കിലേ അവൾ അടുക്കളയിൽ കയറി ഒന്നും ചെയ്യത്തില്ല. അമ്മ ചേച്ചിയോട് ഒന്ന് പറ. ഏത് ചേച്ചി? അവളൊക്കെ നേരത്തെ വീട്ടിൽ പോയി. നീ പുറത്ത് പോയി വല്ല പൊറോട്ടയും കഴിക്കും. അതാകുമ്പോൾ വയറ്റിൽ കിടന്നോളുമല്ലോ. എനിക്ക് സമാധാനമുണ്ട്. വയറ്റിന്നൊന്നും പോകത്തില്ല അമ്മേ. അമ്മേ, ഞാനേ അവളെ കൊണ്ട് ആശുപത്രി വരാം. അവൾക്ക് തലകറക്കമൊക്കെ. ഞാനും കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ക്ഷീണവും കിടപ്പും മേലാഴികയൊക്കെ. പോയേച്ചും വാ. ദേ, ഇപ്പം ആരോടും പറയണ്ട. അതെ, ഇക്കാര്യം വീട്ടിൽ പറയണ്ട. അതെന്താ? അല്ല, ഇനി എന്നെ സുംബ ചെയ്യിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ഇനി ഈ അവസ്ഥയിൽ നിനക്ക് സുംബ കൂടെ ചെയ്യണം അല്ലേ? കയറി വേണ്ടിക്കത് അതൊക്കെ മതിയായിട്ടില്ലല്ലേ? അയ്യോ, ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട് അമ്മ. എന്നാ പറഞ്ഞടാ? എൻ്റെ അമ്മ ആവശ്യമില്ലാതെ യൂട്യൂബിൽ ഓരോന്ന് കണ്ടിട്ട് ഡയറ്റ് എടുത്തുകൊണ്ടായി പ്രശ്നം ഉണ്ടായത്. അവൾക്ക് ബ്ലഡ് ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. ഓരോന്ന് വരുത്തി വെക്കും. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? നാളെ തൊട്ട് അമ്മേനെ ഞാൻ സുമ്പ് പിടിപ്പിക്കും. Start action cut. ഇത്രയും ചെയ്ത എക്സസൈസ് അപ്പൊ ഒന്ന് കൊടുത്തേക്കാം. ചേച്ചി അവിടെ കിടന്നിട്ട് അവിടെ കിടന്നേ. വാ, അടുത്തേ. കമോൺ നാത്തൂൻ. ഇനി ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് അതല്ലേ ചേച്ചി തീരുന്ന കേട്ടോ. ആക്ഷൻ. പാത്രം തന്നിട്ട് പോയി. നല്ല കൈ തട്ടിയതാ. എന്നാ ആണോ? ഞാൻ അറിഞ്ഞില്ല. ഇതന്നെ ഇത്ര മിച്ചം വന്നു. ഇന്ന് അവിടെ ആരും കഴിച്ചില്ലേ? അമ്മ ഇങ്ങനെ ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് കുറച്ചു നേരം ശ്രദ്ധിച്ചിട്ടല്ലേ അതിന് ഇത്രയും ബാക്കി വന്ന അങ്ങനെ. അപ്പൊ അമ്മ തുറന്നു ഉടനെ അമ്മ പറയാൻ അമ്മക്ക് ഡയലോഗ് പറയാനുള്ള വെപ്രാളോ. എന്നാ ശരി. ശ്വാസം വലിച്ചു വിട്ടാ മതി. പ്ലീസ് subscribe my channel.